സെൻറ്റേഴ്സ്, ഈവൻ സ്പാ സെൻറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻറ്റേഴ്സിനകത്തും പൈസയ്ക്ക് വേണ്ടി അനാശാസ്യം നടത്തി കഴിഞ്ഞാൽ ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ കീഴിൽ വരും. അത് 100% പോലീസിന് കേസെടുക്കാം, നഗരസഭയ്ക്ക് അതിന് ആ സെൻറ്റേഴ്സ് പൂട്ടിക്കാം. ഇതെല്ലാം അത് മാത്രമാണ് നിയമത്തിനകത്തൊരു കൺട്രോളായിട്ടുള്ളത്. ഒരു പൈസയ്ക്ക് വേണ്ടി മറ്റൊരാളെ ഉപയോഗിച്ച് ഒരു ബ്രോത്തൽ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഡിഫൈൻഡ് സിറ്റുവേഷനകത്ത് വരികയാണെങ്കിൽ അതിനെതിരെ 100% ഈ പറയുന്ന മേയർ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷനകത്ത് വരും. അതനുസരിച്ച് അവിടെ കേസെടുക്കാൻ പറ്റും. പക്ഷേ മേയർ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിനൊരു മോറൽ സൈഡ് നോക്കുമ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്സിന് പോകുന്ന എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിൽ പോകുന്നവരാണോ എന്നൊരു ചിത്രീകരണം വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം മര്യാദയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പകരം ഇത്രയും വർക്ക് ലോഡ് കഴിഞ്ഞ് ഇപ്പോൾ IT സെക്ടറിലെ ആൾക്കാരായിക്കോട്ടെ, വർക്ക് ലോഡ് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മസാജ് സെൻറ്ററിലേക്ക് പോകുന്നവർ ഇതിൻ്റെ ഒരു കളറിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. പണം നൽകിയുള്ള ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് നിയമം മൂലം കേരളത്തിലും ഇന്ത്യയിലും അടക്കം കൃത്യമായി നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരം പരാതികൾ ഉയരുമ്പോൾ ഈ സ്പാകളിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും സ്പാകൾക്കും നിയന്ത്രണമില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കാലങ്ങളായുള്ള പരിഗണനയിലാണ്. അതിൽ കൃത്യമായൊരു ചട്ടം കൊണ്ടുവരിക, ഈ ഒരു ബിസിനസ് ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോവുക, അതിനൊപ്പം തന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായ പ്രതിരോധവും ഒപ്പം തന്നെ പോലീസിൻ്റെ അടക്കം പരിശോധനയും ഉണ്ടായാൽ മാത്രമേ ഈ വ്യവസായം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്പാ സെൻ്ററുകൾ കേരളത്തിൽ വ്യാപകമാണ്. അതിൽ പലതും ലൈസൻസ് ഇല്ലാത്ത, അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ അനാശാസ്യ പ്രവർത്തനങ്ങളും ഒപ്പം ലഹരി ഇടപാടുകളും ഒക്കെ നടക്കുന്നത്. അതേസമയം സ്പാകൾ എന്നത് മാറുന്ന ജീവിതത്തിൽ അനിവാര്യമായി മാറുന്ന ഒന്നായി ഇപ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. കാരണം നമ്മുടെ തൊഴിൽ രീതികളിൽ വലിയ മാറ്റമുണ്ടാകുന്നു. രാത്രിയും പകലുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ശമനം എന്നതിന് സാധ്യമാകുന്ന ഇടങ്ങൾ ആണ് സ്പാകൾ. അത് ശാസ്ത്രീയമായ തരത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു വലിയ തൊഴിൽ മേഖല കൂടിയാണ്. അവർക്കെല്ലാം നാണക്കേടായി മാറുകയാണ് ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാതെ, കൃത്യമായ രേഖകൾ ഇല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്പാകൾ. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിലൂടെ യഥാർത്ഥ സ്പാകൾക്ക് കൂടുതൽ വരുമാനവും ഉണ്ടാകും. അതിന് കൂടുതൽ, നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സാരംഗ് തന്നെ സൂചിപ്പിക്കുന്ന പോലെ, സ്പാകളിൽ പോകുന്നത് പോലും അനാശാസ്യ പ്രവർത്തിക്കാണ് എന്ന ഒരു പൊതുധാരണയിലേക്ക് സമൂഹത്തെ എത്തിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് തിരുത്തപ്പെടുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.